നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പ്രിയങ്കയും വരുണും തമ്മിൽ നല്ലവണ്ണം ജീവിക്കണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനാദ്യം വേണ്ടത് വരുണിനെ കാണാനുള്ള ഇവളുടെ അവസരങ്ങൾ മുടക്കുക എന്നതാണ്. അതെങ്ങനെയാ? ഇവൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ പോണമെങ്കിലും കൂട്ടായിട്ട് വരുൺ തന്നെ വേണമല്ലോ. ഒന്നും അറിയാത്ത ദേവൻ അങ്ങനെ ഒരു ബുദ്ധിമോശം കാണിച്ചാലും എല്ലാം അറിയാവുന്ന നീ തിരുത്തേണ്ടതല്ലേ? അമ്മ പറയുന്നൊക്കെ ശരി തന്നെ. പക്ഷെ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു ദേവേട്ടൻ ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തരം പറയും? ഞാൻ ഇവളുടെ മുഖത്ത് നോക്കി പറയുന്നത് പോലെ 4 വാക്ക് നിനക്ക് പറയാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ വീടിനകത്ത് ഇവൾ ഉണ്ടാകുമായിരുന്നില്ല. പ്രിയങ്ക വിളിച്ചാലും വരുൺ വിളിച്ചാലും കളിമംഗലത്തുള്ളവര് ഒരുമിച്ച് ചേർന്ന് വിളിച്ചാലും ഇനി മേലെ നീ കളിമംഗലത്തേക്ക് പോവണ്ട, കേട്ടല്ലോ? എന്താ ഇവിടെ കണിമംഗലത്തെ കുറിച്ചൊരു ചർച്ച? അതൊന്നും ഇല്ലടാ. സംസാരത്തിനിടയില് ബന്ധുവീടിനെ കുറിച്ച് പറഞ്ഞു പോവില്ലേ? സംസാരം മാറിയാൽ അതെനിക്ക് മനസ്സിലാവില്ലെന്നാണോ അമ്മ കരുതുന്നത്? എന്താ മോളെ, നിന്നോട് കണിമംഗലത്ത് പോകരുതെന്ന് അമ്മ പറയുന്നത് കേട്ടു. അതിന് കാരണം പറ. അയ്യോ ദേവേട്ട, പോകണ്ടെന്നല്ല, ഇപ്പൊ പോകണ്ടെന്നേ ഉദ്ദേശിച്ചുള്ളൂ. ദേ, ഇങ്ങനെ ഓരോരോ ആൾക്കാരോടായി പ്രത്യേകം ചോദിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വ്യക്തമായി പറ മോളെ. അത് അച്ഛ, പ്രിയ വിളിച്ചിരുന്നു. നാളെ വെളുപ്പിന് എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമെന്ന് ചോദിച്ചു. അവൾക്ക് എന്തോ എന്റെ സഹായം അത്യാവശ്യമുണ്ടെന്നാ പറഞ്ഞേ. അത് ഞാൻ ഇവിടെ പറയായിരുന്നു. ഇതിനിപ്പോ ആരാ ഇവിടെ തടസ്സം നിന്ന്? നിങ്ങൾ ചേച്ചിയും അനിയത്തിയും തമ്മിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നതിന് ഇവിടെ ആർക്കാ ബുദ്ധിമുട്ട്? ദേവ, നീ കാര്യം പറയുന്നത് മനസ്സിലാക്ക്. ബന്ധുവീടാണെന്ന് കരുതി വിവാഹപ്രായമായ പെൺകുട്ടി ഏതു നേരം അവിടെ പോകുന്നതും തങ്ങുന്നതും ഒക്കെ ശരിയല്ല. ഒരു പെൺകുട്ടി അവളുടെ കൂടപ്പിറപ്പിനോട് സഹായം ചോദിക്കുന്നത് തെറ്റാണോ അമ്മേ? ആണോ യശോദേ? പ്രിയങ്ക വെറുതെ വിളിച്ചതായിരിക്കും. എങ്ങനെയാലും വിളിച്ചല്ലോ. വിളിച്ച സ്ഥിതിക്ക് രാധിക മോള് പോകണം. മോള് നാളെ രാവിലെ തന്നെ തയ്യാറായിക്കോ. അച്ഛൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ വിടാം. ശരി അച്ഛാ. പ്രിയങ്ക മോളെ എനിക്കറിയാം. അവൾക്ക് ചില പ്രാപ്തിക്കുറവുകളൊക്കെ ഉണ്ട്. അത് പരിഹരിക്കേണ്ടവൾ നീയാ. എന്റെ മോള് നേരത്തെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും. വെളുപ്പിനെ അച്ഛൻ വിളിച്ചു. അവിടെ ചെന്നിട്ട് പ്രിയങ്കമോൾ എന്തെങ്കിലും പണി ഏൽപ്പിച്ച അത് കൃത്യമായി ചെയ്യുക. അത് കഴിയുമ്പോ ഇങ്ങോട്ട് മടങ്ങുക. അല്ലാതെ എന്റെ കൊച്ചിന്റെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ചെയ്തലുണ്ടല്ലോ, എപ്പോഴും നിന്നെ രക്ഷിക്കാൻ ഈ ദേവൻ ഉണ്ടാവണമെന്നില്ല. കേട്ടോ? പറഞ്ഞ മനസ്സിലായോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.